വോട്ടുകൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി 16 ദിവസമായി നടത്തിവന്ന വോട്ടർ അധികാർ യാത്ര സമാപിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പട്നയിലെ സമാപന റാലിയിൽ പങ്കാളികളായത്. ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണെന്നും മോദിക്ക് മുഖം പുറത്തു കാണിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഗാന്ധി സെ അംബേദ്കർ മാർച്ച് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് തടഞ്ഞു. പതിനാറ് ദിവസം 25 ജില്ലകളിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് വോട്ടർ അധികാർ യാത്ര കടന്നുപോയത്. തുടക്കം മുതൽ ഒടുക്കം വരെ ലഭിച്ചത് വലിയ ജനപിന്തുണ. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ വോട്ടവകാശത്തിന് നേരെയുള്ള ആക്രമണമാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു യാത്ര. വോട്ട് മോഷണമെന്നാൽ അവകാശങ്ങൾ, സംവരണം, തൊഴിൽ, വിദ്യാഭ്യാസം, ജനാധിപത്യം എന്നിവയുടെ മോഷണമാണെന്ന് രാഹുൽ ഗാന്ധി. BJP ജനങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുമെന്നും രാഹുൽ വിമർശിച്ചു. യാത്ര ബീഹാറിൽ ഒതുങ്ങില്ലെന്നും രാഹുൽ. ये सिर्फ वोट नहीं ले रहे हैं, ये आपकी जमीन, आपका राशन कार्ड सब कुछ उठा ले जाएंगे, अदानी अंबानी को दे देंगे. माधवपुरा में हमने एटम बॉम्ब दिखाया था. BJP के लोगों तैयार हो जाओ, हाइड्रोजन बॉम्ब आ रहा है. हाइड्रोजन बॉम्ब के बाद नरेंद्र मोदी जी अपना चेहरा इस देश को नहीं दिखा पाएंगे. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തി ഭരണഘടന അട്ടിമറിക്കുകയാണ് BJP എന്ന് തേജസ്വി യാദവ്. ബീഹാറിലെ ജനങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് മുഖ്യമന്ത്രി വേണോ അതോ ഒറിജിനൽ മുഖ്യമന്ത്രി വേണോ എന്നും തേജസ്വി. तेजस्वी आगे आगे और ये सरकार पीछे पीछे. इसलिए आप लोगों को तय करना है कि आपको डुप्लीकेट CM चाहिए कि ओरिजिनल CM चाहिए. आवाज नहीं आ रहा. डुप्लीकेट की ओरिजिनल चाहिए ना. യാത്രാ സമാപനത്തിന്റെ ഭാഗമായാണ് പട്ന നഗരത്തിൽ ഗാന്ധി സെ അംബേദ്കർ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് തടഞ്ഞ പോലീസ് ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അനുവാദം നൽകി. നിയന്ത്രിത മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ മാർച്ച് തടഞ്ഞത്. മാർച്ചിനൊപ്പം മല്ലികാർജുൻ ഖാർഗെയും ചേർന്നിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPI സെക്രട്ടറി D രാജ, സഞ്ജയ് റാവത്ത്, യൂസഫ് പത്താൻ, ആനി രാജ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 പട്ന.